പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ വരുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പൊടിക്കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ രണ്ടാനച്ഛൻ പുള്ളി ക്രൂരമായി ആ കൊച്ചിനെ ഉപദ്രവിച്ചു. ആ കൊച്ചിനെ കൊല്ലാനിടയായി. ആ കൊച്ച് മരിച്ചുപോയി. ഒരു പൊടിക്കൊച്ച്, ആ കൊച്ചിന് ആ ഒരു പ്രായത്തിൽ മറ്റൊരാളുടെ അടുത്ത് വൈരാഗ്യമോ യാതൊരു ദേഷ്യവുമില്ലാത്ത ആ കുഞ്ഞു പ്രായത്തിൽ അവൻ ചിരിച്ചും കളിച്ചും പോകേണ്ട ആ സമയത്ത് ഈ രണ്ടാനച്ഛൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് യാതൊരു മനസാക്ഷ്യമില്ലാതെ വളരെ ക്രൂരമായി ആ കൊച്ചിൻ്റെ അടുത്ത് കാണിക്കുകയും ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുകയും ആ കുഞ്ഞിനെ കൊല്ലുവാനും ഇടയായി. അപ്പോൾ ഇതിനെല്ലാം മെയിൻ കാരണം ലഹരികൾ ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ലഹരി വസ്തുക്കൾ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ മൈൻഡ് മാറി ക്രൂരമായി ചിന്തിക്കുന്നതും ക്രൂരമായി പ്രവർത്തിക്കുന്നതും ലഹരിയുടെ മെയിൻ കാരണമാണ്. പൂർണ്ണമായി നമ്മളെ ദേശത്തുനിന്ന് ലഹരികൾ പൂർണ്ണമായി തുടച്ചു മാറ്റണം. എല്ലാ ലഹരി വസ്തുക്കളും, എല്ലാ പൊയിലായാലും മറ്റുള്ള എന്ത് ലഹരി വസ്തുക്കളുണ്ടെങ്കിലും എല്ലാ ലഹരി വസ്തുക്കളും പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതയാവൂ. നമ്മുടെ നാട്ടിലായിരിക്കുന്ന സഹോദരന്മാർ ഒരു നല്ല മൈൻഡോടെ അവർ മുന്നോട്ട് പോകും. അവർ സൈക്കോയായി മാറത്തില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഒരു 10 പിള്ളേർ വരെ ഉണ്ട്. അത് 15 വയസ്സ് 16 വയസ്സുള്ള പെൺപിള്ളേരും ആൺപിള്ളേരും. ഇവർ കൂടി വന്ന് കടയിൽ കയറി കാപ്പി കുടിക്കുന്നു. ഇവരെന്നിട്ട് കടയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ പെൺപിള്ളേരും ആൺപിള്ളേരും സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്നു. ഒരു പെണ്ണ് വലിച്ചിട്ട് ഒരു പയ്യന് കൊടുക്കുന്നു, ഒരു പയ്യൻ വലിച്ച് പിന്നെ അടുത്തൊരു പെണ്ണിന് കൊടുക്കുന്നു. അങ്ങനെ സിഗരറ്റുകൾ ഇവർ മാറി മാറി വലിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവർ ആളിൻ്റെ മറവിൽ മദ്യം കഴിക്കുമായിരിക്കാം, മറ്റുള്ള മോശപ്രവൃത്തികളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ 15-16 വയസ്സുള്ള പൈതങ്ങൾ ഇങ്ങനെയുള്ള മോശപ്രവൃത്തികൾ ചെയ്ത് നമ്മളെ ലോകത്ത് നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് മറ്റുള്ള ലഹരികൾ ഉപയോഗിക്കാത്ത കുഞ്ഞുങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരാഗ്രഹം തോന്നും, നമുക്കൊന്ന് ഉപയോഗിച്ചാൽ കൊള്ളാൻ തോന്നും. അപ്പോൾ ഈ ലഹരിയാണ് മെയിൻ കാരണം. ഈ ലഹരി നമ്മളെ നാട്ടിൽ നിന്ന് പൂർണ്ണമായി എല്ലാ ലഹരി വസ്തുക്കളും പൂർണ്ണമായി തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ നമ്മളെ ജനത്തിന് ഒരു വിടുതൽ കിട്ടൂ, ഒരു മോചനം കിട്ടൂ. പല സഹോദരന്മാരും സൈക്കോ ആയി മാറാതിരിക്കാൻ ഇത് പൂർണ്ണമായി തുടച്ചു മാറ്റണം. ഓക്കെ.